അസ്സലാമു അലൈക്കും. ഇന്ന് മുതിര വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കാം. മുതിര കഴുകി അരിച്ച് കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരിക്കണേ, കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അരിച്ച് വൃത്തിയാക്കി വെച്ചതാണ്. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു 5-8 വിസിലടിക്കണം. എന്നാലാണെന്ന് വെന്ത് കിട്ടട്ടോ. കുതിർത്ത് വെച്ചതാണ്. രാവിലെ വെള്ളത്തിയിട്ട് വെച്ചതാണ്. നമുക്ക് വൈകുന്നേരത്തെ ഒരു ചായക്കുള്ള കടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അത് കുക്കറൊക്കെ അടച്ചിട്ട് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി കുനുകുന അരിഞ്ഞെടുക്കണം. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോഴൊന്നും മക്കൾക്കൊന്നും അങ്ങനെയൊന്നും ഇഷ്ടമാവുമെന്ന് തോന്നണില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ മഴയൊക്കെയല്ലേ വിശക്കണമുണ്ടായിരുന്നു, അപ്പോൾ ഒരു ചായൻ്റെ കടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരു 10 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറവിടാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ മൂത്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ മോനൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അവർ പറയുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ട് അവർക്ക് അത് തിന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ രസമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ രാവിലെ നമ്മൾ പിട്ടിൽക്കും അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ ഇത് ഇങ്ങനെ വൈകുന്നേരത്തെ ചായക്ക് നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ കാലത്തൊക്കെ ഞങ്ങൾ കുട്ടികളൊക്കെ ആകുമ്പോൾ കഴിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ മുതിര നല്ല വെന്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്താ വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഡ്രൈ പോലെ ആയിട്ട് കിട്ടുക വേണ്ടത്, കാരണം വെള്ളം പോലെ ആവരുത്. അപ്പോൾ വെള്ളം കറക്റ്റ് ചെയ്യുന്നത് കുറച്ച് വെള്ളമുള്ളൂ. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് വെച്ച് തിളപ്പിച്ചാൽ വറ്റി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാട്ടോ. വേണ്ട, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. കുറച്ച് സമയം വെച്ചപ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മഴക്കാലമൊക്കെ അല്ലേ, കഴിക്കേണ്ടത് സാധനമാണ് ഈ മുതിര എന്ന് പറയുന്ന സാധനം. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ സാധനം അത്ര. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.